ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സൂര്യകാന്തി പൂക്കളുടെ പൊൻപ്രഭയിൽ തിളങ്ങുകയാണ് ഏലംകുളം ഗ്രാമം. ഏലംകുളത്തെ ഒരു യുവ കർഷകനായ അബൂബക്കർ സിദ്ദീഖാണ് സൂര്യകാന്തിയും തണ്ണിമത്തനും ഷമാമുമെല്ലാം പാടത്ത് വിളയിച്ചിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന ഈ വേനലിൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച കൂടിയാവുകയാണിത്. ഏലംകുളം തോണിക്കടവിലെ പുഴയോട് ചേർന്നുള്ള പാടത്താണ് അബൂബക്കർ സിദ്ദീഖ് വേറിട്ട കൃഷികളുമായി വിജയം കണ്ടെത്തുന്നത്. 85 സെന്റ് കൃഷിഭൂമിയിൽ സൂര്യകാന്തിയും ഷമാമും തണ്ണിമത്തനും ഉൾപ്പെടെ വെറൈറ്റി കൃഷികളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയും. തണ്ണിമത്തനിലാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ആദ്യ പരീക്ഷണം. തണ്ണിമത്തൻ കൃഷി വിജയം കണ്ടതോടെ ഷമാമിലേക്കും സൂര്യകാന്തിയിലേക്കും കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു. മരപ്പണിക്കാരനായ അബൂബക്കർ സിദ്ദീഖിന് ചെറുപ്പം തൊട്ടേ കൃഷിയോട് വല്ലാത്ത താല്പര്യമാണ്. മരപ്പണിയുടെ ഇടവേളകളിലും ഒഴിവു സമയങ്ങളിലുമാണ് കൃഷിയിലേക്ക് തിരിയുന്നത്. അബൂബക്കർ സിദ്ദീഖിന് പൂർണ്ണ പിന്തുണയുമായി കുടുംബവും സുഹൃത്തുക്കളും നാട്ടുകാരും കൂടെയുണ്ട്. കൃഷിയിടത്തോട് ചേർന്നുള്ള സ്റ്റാളിൽ വിഷമില്ലാത്ത ഫ്രഷ് പച്ചക്കറികൾ നാട്ടുകാർക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള സൗകര്യവും സിദ്ദീഖ് ഒരുക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ പലരും പിന്തിരിപ്പിച്ചെങ്കിലും ഏലംകുളത്തിന്റെ മണ്ണിൽ സൂര്യകാന്തി വിരിഞ്ഞപ്പോൾ നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. സായാഹ്നങ്ങളിൽ സൂര്യകാന്തി തോട്ടം കാണാൻ നിരവധി ആളുകളാണ് കുടുംബസമേതം എത്തുന്നത്. നല്ല കർഷകനാണ്. നമ്മുടെ നാട്ടിലൊരു പെരിന്തൽമണ്ണയിൽ തന്നെ നമ്മുടെ ജില്ലക്കകത്ത് പല സ്ഥലത്തും ഇങ്ങനത്തെ സൂര്യനെല്ലി കാന്തികളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഏലംകുളത്ത് പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ്. ഇത് മാത്രമല്ല, ഇതിനു മുൻപ് ഷമാമും അതുപോലെ തണ്ണിമത്തന്റെ കൃഷി ഇവിടെ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള കൃഷികളാണല്ലേ. അതെ അതെ. ആകർഷകമായിട്ട് ഇപ്പൊ ഒരു നല്ലൊരു വർക്ക് ഇതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ചാർജ് ഇതിന് വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ പഞ്ചായത്തിനകത്തുള്ള പരിരക്ഷ ഉൾപ്പെടെയുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ചെറിയ സഹായം കിട്ടാനുള്ള നിലയിലും കൂടിയാണ് ടിക്കറ്റിന്റെ നിരക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു നല്ല കാഴ്ചപ്പാടാണ്. ഒരു യുവ കർഷകൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും ഇത്തരം നല്ല വലിയൊരു അധ്വാനല്ലേ. തീർച്ചയായിട്ടും അഭിനന്ദനം. തീർച്ചയായിട്ടും പിന്നെ ഇവിടേക്ക് വന്നിട്ട് ഇത് കാണുമ്പോഴാണ് നമുക്കും ഇത്തരം മേഖലകളിലേക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ. അതേപോലെ തന്നെ ഇപ്പോൾ ഏലംകുളത്ത് ഇത് നടക്കുന്നു, അതേപോലെ തന്നെ മറ്റു പഞ്ചായത്തുകളിലേക്കും ഇത് പിന്നെ വ്യാപിപ്പിച്ചു കൊണ്ടൊരു നല്ല പദ്ധതിയാക്കി മാറ്റാൻ ഇത് കഴിയും എന്നുള്ളത് തന്നെയാണ് പിന്നെ എനിക്കിവിടെ വന്നിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല പിന്നെ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു വ്യക്തി എങ്ങനെയാണ് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രമാത്രം നല്ലൊരു എഫക്റ്റ് എടുത്തിട്ടാണല്ലോ ഇപ്പം. ചെറിയ നിരക്കിൽ ഏർപ്പെടുത്തിയ ടിക്കറ്റ് സംവിധാനം നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം കൂടിയാണ്. കാർഷിക മേഖലയോട് ഐത്തം കാണിക്കുന്ന യുവതലമുറയ്ക്ക് മാതൃകയാണ് ഈ യുവ കർഷകൻ.